ഹലോ നമസ്കാരം. ഇപ്പോൾ ഇന്നൊരു നിങ്ങളെ ഒരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നതാട്ടോ. ഞാൻ ഒരു pH മെഷർമെൻറ്റ് മീറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഇത് ഏത് സാധനമാണ്, എങ്ങനെയുള്ള സാധനമാണ്, എവിടുന്നാണ് മേടിച്ചതെന്നും എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്കൊന്ന് പറഞ്ഞു തന്നേക്കാം, കാണിച്ചു തന്നേക്കാമെന്ന് ഓർത്തിട്ടാട്ടോ വന്നതാണ് കേട്ടോ. ഈ സാധനം ഞാൻ മേടിച്ചത് 1-2 വർഷമായിരുന്നു, കൃത്യം ഞാൻ സമയം ഓർക്കുന്നില്ല. ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ച ഷോപ്പുകളൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ ഷോപ്പ് ഈ സാധനമൊന്നും അവൈലബിൾ ആയുള്ള ഷോപ്പുകളൊന്നും ഇവിടെ ഇതല്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് ഒരു 1000 രൂപ അല്ലെ 1000 ഉള്ളിൽ, ഞാൻ കൃത്യം റേറ്റ് ഓർക്കുന്നില്ല. ഇപ്പം ഇതിന് റേറ്റ് ഒരു 700-800 എങ്ങാണ്ടേ വരുന്നുള്ളൂ കേട്ടോ. ഞാനത് കൃത്യം ഓൺലൈനിൽ നോക്കിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് ആമസോണിലോ വല്ലതും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു സാധനമാണ് ഞാൻ മേടിച്ചത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഒരു വിത്തിൻ സെക്കൻഡിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ pH നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഏലകൃഷിക്കാർക്ക്, എല്ലാ കൃഷിക്കാർക്കും ആവശ്യമാണ്. കൃഷിക്കാർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള സംഭവമാണ് ഈ സാധനം. ഇപ്പം നിങ്ങളാരും വലിയധികം പേടിക്കുകയുണ്ട്, അല്ലെങ്കിൽ ഇത് വലിയ ശാസ്ത്രീയമായ കൃഷിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നുമുണ്ട്. ഈ ഒരു സാധനം വേണം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് അടിച്ച് നമുക്ക് pH നമ്മുടെ കാരണവന്മാരൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കുമ്മായ പ്രയോഗമൊക്കെ കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം കൊണ്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡിസ്പ്ലേ വരും. നോക്കിക്കോ, ഇതുപോലെ ഡിസ്പ്ലേ വരും. ഇത് pHൻ്റെ ഈ സൈഡിലേക്കാണ് ഇതിൻ്റെ ബാലൻസ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്വിച്ച് pHൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത് മോയ്സ്ചർ നമുക്ക് നോക്കുന്നു, ടെമ്പറേച്ചറും കാര്യങ്ങളും നോക്കുന്നു. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ pH ഓടാൻ ബാക്കിലൊരു സ്വിച്ചും ഫ്രണ്ടിൽ 2 സ്വിച്ചും മാത്രമേ ഉള്ളൂ. pHൽ നമ്മൾ അതിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് വെറുതെ നമ്മൾ മണ്ണിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമുക്കിതിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ pH എത്രയാണെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് തെളിഞ്ഞു വരും. നമുക്ക് ഏലകൃഷിക്ക് വേണ്ട pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 to 6.5 ആണ് കേട്ടോ pH അതിൻ്റെ വാല്യൂ വരുന്നത്. അത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ അത്രയധികം മെച്ചമുണ്ട്. അതിന് വെച്ചാൽ വളം ഒക്കെ നമുക്ക് ചെടികൾക്ക് എടുക്കാനും അതുപോലെയുള്ള സംഭവങ്ങൾ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എളുപ്പമുണ്ട്. അപ്പോൾ ഈ കുറേ ആളുകൾ ചോദിച്ചു ഏത് മെഷീൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് സാധനം വെച്ചിട്ടാണ് pH ചെക്ക് ചെയ്യുന്നത് ചോദിച്ചിട്ട് കേട്ടോ. ഇത് വലിയ സംഭവമൊന്നുമില്ല. ആർക്കും അത് അഭ്യാസം ഇല്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. നിസ്സാര ഒരു സംഭവമുള്ളൂ. ജസ്റ്റ് ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് മണ്ണിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. വേറൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കുമ്മായ പ്രയോഗം കൊണ്ട് നമുക്ക് pH അത് ബാലൻസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് 4-in-1 സോയിൽ സർവേ ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. pH മെഷർമെൻറ്റ് മീറ്റർ നമുക്ക് സെർച്ച് ചെയ്താലും കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഇട്ട് തരാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ നിസ്സാരമായിട്ട് ഇത് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവമുള്ളൂ, നിസ്സാര സംഭവമുള്ളൂ. അപ്പോൾ ഈ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറും അതിൻ്റെ മണ്ണിലെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് അതെല്ലാം അറിയാൻ പറ്റും നമുക്ക്. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ നിസ്സാര സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ഓഫ് ഓണാണ്. ഇതിനകത്ത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അത് ഇതിൻ്റെ കൂടത്തിൽ വരത്തില്ല. നമ്മളൊരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു ബാറ്ററി വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര വിശദമായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് വലിയൊരു സംഭവമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഒരു സംഭവമില്ല. ഞാൻ ഒരു 1.5-2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു വലിയൊരു സംഭവം ഒന്നുമല്ല, നിസ്സാര സംഭവമുള്ളൂ. അപ്പോൾ ഇത് ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ഇട്ട് തരാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. ആവശ്യക്കാർ അതിനകത്ത് ആ ലിങ്കിൽ കയറി. ഇതിൻ്റെ ഇത് ഒന്നും പരസ്യമായിട്ടൊന്നും നിങ്ങൾ കണ്ടേക്കരുത് കേട്ടോ. ഞാൻ മേടിച്ചു, അപ്പോൾ കുറച്ചധികം ആളുകൾ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവത്തിനെ കുറിച്ച്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത്.